നമ്മുടെ രക്ഷയ്ക്കായി എഴുന്നള്ളവരെ ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങളുടെ വർഗത്തിൻ്റെ നന്നായിക്കുമുള്ള പുതുക്കത്തിൻ്റെമായി എഴുന്നള്ളി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യം ഇറങ്ങുമാറാകെ. ദൈവമായ കർത്താവ് നിന്റെ അദൃശ്യമായ വലുത് നിനക്കരന്നെ ആവസിപ്പിച്ച് ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അനുഭവിച്ചു നന്ദിയോട് നിന്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റുഹായിക്കും സദാ ഇപ്പോൾ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരറ്റും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലോലിക്കണം. തന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും
തിരുവിഷ്ടപ്രകാരം കാൽവരിയുടെ വീരത്തിൽ കുരിശില്യാഗമായി തീർന്ന് ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ വിഷയാദം വരാനേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ആഴമുള്ളതായി തീരണമേ. സുഹൃത നടപടികളെ കൊണ്ട് മാത്രം ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരെ തിരുസന്നിധിയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ കഴുകിയിടണമേ കറകളെയെല്ലാം തിരുസോപ്പായാൽ ഓർത്തിടരുത് കർത്താവേ നീ ഞങ്ങളുടെ പിഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോർ കേകുക മോദം ശോഭനമാകും ശാശ്വത സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മധുഹായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ഒഴിയ ആഹാരങ്ങളോടും വാഴ്വുകളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകും. ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാൽ ദൃശ്യമായാൽ മുദ്ര കുത്തപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും മഹാപാപികളുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകും. നാളത്തോളം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു പ്രാവശ്യവും കൂടെ ഈ സ്ഥലത്ത് വരുവാനും അഭിമന്യ തിരുമേനിയോടുകൂടെ ഈ ശുശ്രൂഷകളൊക്കെ നിറവേറ്റുവാനും ദൈവം അനുഗ്രഹിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രമീകരണം ചെയ്ത് അനുഗ്രഹിച്ച പരിശുദ്ധ പാത്രികീശ്വാവായുടെ തൃപ്പാദം അദൃശ്യമായി ചുംബിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ക്രമീകരണം ചെയ്ത് അനുഗ്രഹിച്ച ഭദ്രാസനോത്രാപുലിത അഭിമന്യ പിതാവായ തീത്തോസ് തിരുമേനിയുടെ തൃപ്പാദത്തിങ്കൽ നന്ദി സമർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം ആശുപത്രിയിലായി പോയതുകൊണ്ട് വരാൻ സാധിച്ചില്ല. ഈ വർഷവും ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെയും ഉണ്ട്. ഇന്ന് അല്പസമയം വൈകിയപ്പോഴേക്കും ആകെ കൺഫ്യൂഷനായി. തിരുമേനി ഉണ്ടായിരുന്നു, അനുഗ്രഹിച്ചു, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തപ്പെട്ടു. ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദവാക്യം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അത് സഭയുടെ അവകാശവും ചുമതലയുമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം എന്നാണ് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം മുറിക്കുകയും ഈ പാനപാത്രം പകർത്തുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ വേല യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ഈ അപ്പം മുറിക്കുകയും ഈ പാനപാത്രം പകർത്തുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ആഥൻസിൽ നിന്ന് 117 നാഴിക പടിഞ്ഞാറോട്ട് പോകുമ്പോൾ തെക്ക് വശത്തും വടക്ക് വശത്തും 2 മലകൾ കാണും. കൊരിന്താണത്. വടക്കേ മലയിലെ ആളുകൾ സമ്പന്നന്മാരും തെക്കേ മലയിലെ ആളുകൾ സമ്പന്നന്മാരല്ല, ക്ലേശം അനുഭവിക്കുന്നവരാണ്. വിശുദ്ധ കുർബാനാനുഭവ സമയത്ത് ചില തർക്കങ്ങളുണ്ടായി. അപ്പോൾ വിശദീകരിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ എഴുതിയതാണ്. ഈ പാനപാത്രം പകർത്തുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. തുടങ്ങി കലഹിക്കരുത് എന്നും എല്ലാവരും ഒരുമിച്ചായിരിക്കണമെന്നൊക്കെയും ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വളരെ വിനയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിത് ഈ വാക്യം ഓർമ്മപ്പെടുത്താൻ പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല. വിശുദ്ധ കുർബാനയിൽ നിന്നും, രാവിലെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും, വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുവാൻ പാടില്ല. ദൈവമുള്ള ഭവനമായിരിക്കണം നിങ്ങളുടേത്. ദൈവത്തോട് കൂടെ ആയിരിക്കണം നിങ്ങൾ ജീവിക്കുന്നത്. അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ എല്ലാറ്റിലും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ടായിരിക്കണം. യാക്കോബായ സുറിയാനി സഭ ഇത്രയും പീഡനങ്ങൾ ഏറ്റിട്ടുള്ള മറ്റൊരു സഭ ലോകത്തിലില്ല. എന്നാൽ ഇന്നും അത് നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നത് യേശുക്രിസ്തു ഭവനങ്ങളിൽ ജീവിക്കുകയും വ്യക്തികളിൽ ജീവിക്കുകയും ലോകത്തെയും അതിൽ പാർക്കുന്ന ദൈവമക്കളെയും ഭരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. മറന്നു പോകരുത്. കാലത്ത് പ്രാർത്ഥിക്കാത്ത ഒരു വീടുണ്ടാകരുത്. വൈകിട്ട് പ്രാർത്ഥിക്കാത്ത ഒരു വീടുണ്ടാകരുത്. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആൾ പ്രാർത്ഥിക്കണം. മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ അത് പകർത്തുവാൻ ഇടയാകണം. മക്കൾക്ക് നിങ്ങൾ കൈമാറേണ്ടത് ആ വിശ്വാസവും ആരാധനയുമാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവം ജീവിക്കുന്ന കുടുംബങ്ങളായി തീരട്ടെ. യേശുക്രിസ്തു പാർക്കുന്ന ഭവനങ്ങളായിരിക്കട്ടെ. 88 വയസ്സിൽ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും ഒന്നുകൂടെ കാണുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തിരുമേനി അതിനു വേണ്ടി ക്രമീകരണം ചെയ്ത് അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികർ ഓർത്തുകൊള്ളണം, എനിക്ക് ഓർമ്മക്കുറവും അതുപോലുള്ള കേൾവിക്കുറവ്, അതുപോലുള്ള ഒത്തിരി വീഴ്ചകളുണ്ട്. എന്നെ ഓർത്ത് നിങ്ങൾ കാഴ്ച അണയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിഞ്ഞില്ലെന്ന് വരാം. നമ്മുടെ സഭയിൽ ആയിരക്കണക്കിന് വൈദികരുണ്ടല്ലോ. ഇപ്പോൾ തെറ്റിദ്ധരിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന്, അത് നിങ്ങളുടെ വീടാണ്, അവിടുന്ന് നടത്താം. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരെ, അഭിവന്ന ഭദ്രാസന മെത്രാപ്പൊലീത്തായ്ക്ക് ഇടത്തും വലത്തും നിങ്ങളാണ് കാവൽക്കാരായിരിക്കുന്നത്. ഞാൻ ഇന്നുവരെയും ഈ വേലയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ബലം നൽകിയത് ബഹുമാനപ്പെട്ട വൈദികരാണ്. നിങ്ങളുടെ ബലം ദൈവത്തിൻ്റെതായി അനുഭവിക്കുവാൻ തിരുമേനിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഓർത്തുകൊള്ളണം, യേശുക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യവും അനുഭവവും പേറിക്കൊണ്ട് പോകുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.